മെൻ്റൽ റിലാപ്സ്. ഈ ഒരു ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഇതിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി ഒരേ സമയം തന്നെ ലഹരിയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചും ലഹരി നിന്ന് വിമുക്തനായി നിൽക്കുന്നതിനെക്കുറിച്ചും ഒരേ സമയം തന്നെ ഇവർക്ക് ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. തന്മൂലം എന്ത് സംഭവിക്കുന്നു? അവർക്ക് വീണ്ടും ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം വളരുന്നതായിട്ടാണ് കാണാം. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീണ്ടും പഴയ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്തുള്ള ഓർമ്മകൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും പഴയ ചങ്ങാത്തങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രമങ്ങളും നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ആലോചനകളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഇവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ഇത്രയും നാൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമായി ഇതിനെ നേരിട്ട് വന്നതിന് ശേഷം ഒരു തവണ ഉപയോഗിക്കുന്നത് വഴി ഇതിലൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരേ ഒരു പെഗ് കഴിക്കുന്ന വഴി എൻ്റെ ലൈഫിൽ ഇനിയൊന്നും സംഭവിക്കുന്നില്ല. എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ നേരിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതലും കാണുക. ക്രേവിങ് പോലെയുള്ള അവസ്ഥകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലൂടെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഈ 2 ഇമോഷണൽ റിലാപ്സും മെൻ്റൽ റിലാപ്സിന് ശേഷമാണ് അതൊരു ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തുന്നത്. ഫിസിക്കൽ റിലാപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഉപയോഗം തുടങ്ങുകയും ക്രമേണ വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അതൊരു അഡിക്ഷൻ എന്നുള്ള നിലവാരത്തിലേക്ക് പരിണമിക്കുകയും കൂടി ചെയ്യുന്നു. റിലാപ്സ് പ്രിവെൻഷൻ വഴി നമുക്ക് ഇത്തരം ലക്ഷണങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും അതിനെ കൃത്യമായി ഡീൽ ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആക്കും.